السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ഏറ്റവും സമാദരണീയരായ മജ്‌ലിസുൽ ഹുസനയിലെ മുഹിബ്ബീങ്ങളെ, ഇന്ന് നമുക്ക് അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് പരിശുദ്ധമായ ഏറ്റവും മുക്കറമായ മുഅല്ലമായ റബീഉൽ അവ്വലിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹബീബായ തങ്ങളെ പ്രകീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന യാഖം ബൈത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ജഗന്നിയന്താവായ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ജനങ്ങളിൽ വെച്ച്, അള്ളാഹുവിൻ്റെ മഖ്ലൂഖുകളിൽ വെച്ച് ഏറ്റവും നാം സ്നേഹിക്കേണ്ടത്. മഹാനായ ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ, ഇസ്ലാമിൻ്റെ ധീരശൂര വീര പരാക്രമി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്. എന്തിനേക്കാൾ എൻ്റെ സ്വന്തം ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സമ്പത്ത്, ഞാനുമായി ഏറ്റവും കടപ്പാടുള്ള, ബന്ധമുള്ള, സ്നേഹമുള്ള, അടുപ്പമുള്ള എന്തെല്ലാമുണ്ടോ അതിനേക്കാളേറെ തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ സന്ദർഭം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, യാ ഉമർ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. നിങ്ങൾ ആ പറഞ്ഞതിൽ സ്വന്തം നഫ്സിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് സാരം. രണ്ടാം പ്രാവശ്യം ഹബീബായ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ സ്വന്തം നഫ്സിനേക്കാൾ, എൻ്റെ കൂട്ടുകുടുംബാദികളെക്കാൾ, എൻ്റെ ഭാര്യ സന്താനങ്ങളെക്കാൾ, എൻ്റെ സമ്പൽ സമൃദ്ധിയേക്കാൾ തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായത് ഉമർ. ഈ നിലക്ക് സ്വന്തം നഫ്സിനേക്കാളും നാം ഇഷ്ടപ്പെടുന്ന ഏതെല്ലാം ഉണ്ടോ അതിനേക്കാളേറെ നാം ഇഷ്ടപ്പെടേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഹബീബിന്റെ പ്രകീർത്തനങ്ങളെ കൊണ്ട്, മൗലിദ് സദസ്സുകളെ കൊണ്ട് നമ്മളെ വീടുകളും നാടുകളും നിറയേണ്ടതുണ്ട്. കാരണം നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് എല്ലാ നഫ്സുകളും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ വിലപിക്കുന്ന സമയം ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഉമ്മത്തി ഉമ്മത്തി യാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തെ എന്ന് വിളിച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ കാത്തിരിക്കുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അതിലേറ്റ് സ്നേഹിക്കണം. തങ്ങളായിരിക്കണം നമ്മുടെ സ്നേഹത്തിന്റെ എല്ലാ ഉറവിടവും. തങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യവും. അതുകൊണ്ട് വിശുദ്ധമായ റബീഉൽ അവ്വലിലേക്ക് അടുക്കും തോറും തങ്ങളെ പ്രകീർത്തനങ്ങൾ കൊണ്ട്, മൗലിദ് സദസ് കൊണ്ട്, തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തങ്ങൾക്ക് സ്നേഹമുള്ളതുണ്ടോ അതിനെ നാം വാരിപ്പുണരൽ കൊണ്ട് നാം റസൂലുള്ളാഹിനോട് സ്നേഹം പ്രകടിപ്പിക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മളെ സമയങ്ങളെ നാം നീക്കിവെക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അക്രമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബിഹി സിവാക ഇൻദ ഹുലൂൽ الحديث الحميد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق
لله جاهك بي إذا الكريم فحل لا باسمي منتقمي فإنا من جودك دنيا وضرتها ومن علومك علم اللوح والقلم يا نفسي لا تقنطي من زلات عظمى إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي لا يقسمها فتي على حسب العصيان في القسم يا ربي واجعل رجائي غير منعكس لديك وجه الحساب غير منخرم والطف بعبدك في دارين إنها له صبرا ما تدعوه الأهوال ينهزم هدى لصحبه صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم ما رنحت عذابات الباني حسبا ما رنحت عذابات الباني ريح صبا وأطرب العزحا بالعيس بالنغم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبيد طلحة وأبي عبيدة بن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله ولا تنظر ليك وترضيه وترضى بأننا يا أرحم الراحمين. العجز سيدا يا الله خالقاയ റസിഖായ അബ്റായ വഫാറായ വഫൂറായ ഫത്താഹായ അല്ലാഹ് ഞങ്ങൾ ഹബീബായ തങ്ങളെ പേരിൽ ചൊല്ലിയ അവിടുത്തെ ഔസാഫുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവിടുത്തെ മദ്ഹ് ചൊല്ലിയത് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് രണ്ട് ലോകത്തും ഉപകാരം കിട്ടുന്ന അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങൾക്കും നീ മാപ്പ് നൽകണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉറ്റവരുടെ ഉസ്താദുമാര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ രോഗികളുണ്ട്, നീ ശുഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാരകമായ രോഗങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, മുഖ്റബിയായ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവരുണ്ട് കിട്ടണേ അല്ലാഹ്. ഉള്ളവരുണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും ബലാകളിൽ നിന്നും വബാകളിൽ നിന്നും ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ നീ പൊരുത്തപ്പെട്ട രൂപത്തിലെ ഹബീബായ തങ്ങളെ ജന്മദിനത്തിന്റെ മാസത്തെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഹബീബായ തങ്ങളുടെ മേലുള്ള മധു പ്രകീർത്തനങ്ങൾ ആലപിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ, ഉംറ നിർവഹിക്കാൻ, സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നീ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഹബീബായ തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങൾ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാഹ്. നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് നിന്റെ ലിഖാ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ട് ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചോദിക്കാൻ ബലഹീനരാണ്, പക്ഷേ ഉത്തരം നൽകാൻ യജമാനായ റബ്ബേ നീ യോഗ്യനാണ്. ഞങ്ങളെ ദുആകളെ നീ ഖബൂലാക്കണം അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.